നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. എന്നെ കോ ഹോസ്റ്റും കൂടി ആക്കിയ സന്തോഷമായി. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. രണ്ട് ലൈസ് ആണ് നമ്മൾ പഠിച്ചത്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ത് നുണകളാണ് നമ്മൾ പഠിച്ചെന്നുള്ളത്? ഓർക്കാൻ വഴിയില്ല, എന്നാലും സാർ അന്നൊന്ന് മണി സാർ ഒന്ന് പറയാമോ ഇത് എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഫിക്സഡ് മൈൻഡ് സെറ്റിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഇത്രയേ പറ്റുള്ളൂ, എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളതും, യെസ്, പിന്നെ ബ്രെയിൻ ഒരു 10% ഒക്കെ നമ്മൾ യൂസ് ചെയ്യുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഓ ബോക്സ് ബ്രീത്തിങ്ങിനൊക്കെ പറ്റിയിട്ട് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്, താങ്ക്സ് അലോട്ട്. അപ്പൊ മണി സാർ മാത്രം ശ്രദ്ധിക്കുന്നുണ്ട്, നോട്ട് എടുക്കുന്നുണ്ട്. ബാക്കി എല്ലാവരൊക്കെ കേട്ടു പോകണമെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ അന്ന് നമ്മൾ കണ്ടത് ഒന്ന്, നമ്മുടെ ഒരു എന്താ പറയുക, ഇന്റലിജൻസ് ഈസ് ഫിക്സ്ഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ കണ്ടത്. ഒന്നാമത്തെ ലൈ അതായിരുന്നു. ഇന്റലിജൻസ് ഈസ് ഫിക്സ്ഡ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ അതിന്റെ എങ്ങനെയാണ് അത് മാറണേന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു തന്നു. അത് ഫിക്സ്ഡ് അല്ല, നമുക്ക് ഏത് പ്രായത്തിലും മാറ്റാം എന്നുള്ളത് നമുക്ക് കണ്ടു. ഞാൻ അന്ന് പറയാത്തൊരു കാര്യമാണ്, നമ്മൾ ഈ ഒരു വിൽമ റുഡോൾഫ് എന്ന് പറയുന്ന ഒരു ലേഡി, ആക്ച്വലി അവര് പോളിയോ ബാധിച്ച ലേഡിയായിരുന്നു. നടക്കാൻ പോലും പറ്റില്ല എന്ന് വിശ്വസിച്ചിരുന്ന അവിടുന്ന് അവര് ചെറുപ്പത്തിലേ തന്നെ അവരുടെ അമ്മ വിശ്വസിച്ചു, ലൈക്ക് ഇറ്റ്സ് പോസിബിൾ, നടക്കാൻ പറ്റുന്നുള്ളത്. നടന്നു എന്ന് മാത്രമല്ല, അവള് ലെഗ് ബ്രേസ് ഒക്കെ ഇട്ടാണ് കുറെ വർഷങ്ങൾ നടന്നത്. നടന്നെന്ന് മാത്രമല്ല, പതുക്കെ അവൾ ഓടാൻ തുടങ്ങി. ഓടി 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 ഒളിമ്പിക്സിൽ ഓടി. ഒളിമ്പിക്സിൽ ഏറ്റവും 3 പ്രാവശ്യം ഒളിമ്പിക്സിലെ ഒരു ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ട് മാറി. അപ്പൊ ഒരു ഡിസേബിൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കി അറിയാൻ പറ്റും. പോളിയോ ബാധിച്ചിരുന്ന ഒരു ലേഡി ആ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് മാറ്റി ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വന്നപ്പോ, അതിനുവേണ്ടി പണിയെടുക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോ, വെറുതെ നടക്കുക മാത്രമല്ല ചെയ്തത്, വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറി. രണ്ടാമത്തെ ഒരു ലൈൻ നമ്മൾ കണ്ടത് 10% ഓഫ് അവർ ബ്രെയിൻ എന്നാണ് നമ്മൾ കണ്ടത്. നമ്മളൊരു 10% നമ്മൾ ബ്രെയിൻ്റെ യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ അത് തെറ്റാണെന്നും നമ്മുടെ ബ്രെയിൻ്റെ 100% നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ്റെ ഒരു ചെറിയ പോർഷൻ ഡാമേജ് ആയ 10% ഉപയോഗിക്കുള്ളൂ എന്നല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സാധനം വെച്ച് ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെയല്ല, നമ്മളതിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല, അതായത് എഫക്റ്റീവായിട്ട് അതിന് പണിയെടുപ്പിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു. ഇനി മൂന്നാമത്തെ ഒരു ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മിസ്റ്റേക്സ് ആർ ഫെയിലിയേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ ഈ പോയിന്റ് പലപ്പോഴും ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. നമ്മുടെ ഒരു എന്താ പറയാ, മിസ്റ്റേക്സ് ഫെയിലിയർ ആണെന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ പോയിന്റ് ഡിസ്കസ് ചെയ്തായിരുന്നോ? ഉണ്ടോ ഇല്ലോ ആരെങ്കിലും? മണി സാറെ ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ മറ്റ് രണ്ട് ഇല്ല ഇല്ല. ഇല്ല ഓക്കെ, താങ്ക് യു. ഇല്ല. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പലതവണ ആവർത്തി പറഞ്ഞതാണ്, നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പേടിയാണ്. അയ്യോ, മറ്റുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ എന്താ പറയാ, ഇത് ഞാൻ തോറ്റുപോയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതൊക്കെ ഒരു തോൽവിയാണ് എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ മിസ്റ്റേക്സ് വരുത്താത്തത്. മിസ്റ്റേക്സ് വരുത്താൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാലോ നിങ്ങളുടെ ലൈഫ് മാറും. തോൽക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ലൈഫ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട്. ഇവിടെ തോക്കാൻ പേടിയില്ലാത്ത എത്ര പേരുണ്ട്? അയ്യോ, എനിക്ക് തോൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഇല്ല. മുസ്തഫ സാർ പറഞ്ഞു ഇല്ല എന്ന്. വേറെ ആർക്കെങ്കിലും എനിക്ക് തോക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല, എത്ര വേണമെങ്കിലും തോറ്റാളാം എന്ന് പറയുന്ന എത്ര പേരുണ്ട്? എനിക്ക് തോന്നുന്നു ഒരു നോണോ യെസ് എന്നൊക്കെ അടിക്കാം. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേർക്കും തോൽക്കാൻ നല്ല പേടിയാ. അപ്പൊ ഈ തോൽക്കാൻ പേടിയുള്ളതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ജയിക്കാത്തത്. തോൽക്കാൻ പേടിയുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ പലപ്പോഴും ജയിക്കാത്തത്. കാരണം ഞാൻ ഇതിനെ പറ്റി മുമ്പൊരു കാലഘട്ടത്തില് ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് മിസ്റ്റേക്സിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോ അതിനകത്ത് കണ്ടതെന്ന് വെച്ചാല്, ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ബഷീർ സാർ വന്നില്ല എന്നൊന്നും, ഇൻവെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയ ആൾക്കാരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് വെച്ചാല്, 5 ഇൻവെസ്റ്റ്മെന്റില് ഒരെണ്ണാണ് സക്സസ് ആവണേ, ഒന്നോ രണ്ടോ. ബട്ട് ദേ ആർ മേക്കിംഗ് പ്രോഫിറ്റ്. ബട്ട് അവരാ അവര് ചെയ്യുന്ന 5 ഇൻവെസ്റ്റ്മെന്റും പ്രോഫിറ്റ് അല്ല. 5 6 സെക്ടറിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാര്, അവര് എല്ലാരും അവരുടെ പ്രോഫിറ്റ് അല്ല. മൂന്നോ നാലിലും ഫെയിലിയർ ആവും, പക്ഷെ ഒന്നോ രണ്ടോ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്.
ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാരെന്താ പ്രത്യേകിച്ച് ഒരെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും, അത് പൈസ പോകും, പിന്നെ മിണ്ടാണ്ടിരിക്കും. പിന്നെ ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണത്തിലൂടെ ഇൻവെസ്റ്റ് ചെയ്യും, അതും പോകും. അപ്പൊ ഈ ഓരോ പ്രാവശ്യം തോക്കുമ്പോഴും വിചാരിക്കും, അയ്യോ ഇതെന്റെ ഫെയിലിയർ ആണല്ലോ, ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് ചെറുപ്പത്തിലെ നമുക്ക് ഈ തോൽക്കാൻ ഒരു പേടിയോ മടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് നടക്കാൻ പഠിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നടക്കാൻ തുടങ്ങിയ സമയത്ത് പതുക്കെ നടന്നു തുടങ്ങി, നമ്മൾ വീണു. നമ്മളിപ്പോ ഓർക്കണ പോലുമില്ല. വീണു എന്ന് വെച്ചാൽ അയ്യോ ഞാൻ നടക്കാൻ ശ്രമിച്ചു, ഞാൻ വീണു, ഇനി നടക്കുന്നില്ല, അങ്ങനെയാണോ? നമ്മള് നടക്കാൻ ശ്രമിച്ചു വീണു, ഓടാൻ ശ്രമിച്ചു വീണു, ഓടിക്കഴിഞ്ഞ് കാല് പൊട്ടുമ്പോൾ എഴുന്നേറ്റ് പിന്നെ ഓടാണ്. അങ്ങനെ ഓടാൻ ഒരു മനസ്സുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ബുദ്ധി അന്ന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ നടക്കൂല. അയ്യോ ഞാൻ രണ്ടു പ്രാവശ്യം ട്രൈ ചെയ്ത, ഇനി നടക്കുന്നില്ല, നമ്മൾ അവിടെ അവസാനിപ്പിക്കും. ഒരു ബിസിനസ് ചെയ്ത് ഫെയിലിയർ ആയിട്ടുള്ള ആള്, ഓ ബിസിനസ് എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്നുണ്ടാവുന്ന പല ടോപ്പ് ക്ലാസ് ബിസിനസ്സും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ട്രംപ് ഏട്ടൻ നല്ല രസമായിട്ട് നമ്മുടെ എന്താ പറയാ USA ഇട്ടിട്ട് നിങ്ങളുടെ US അല്ല ഗ്ലോബൽ മാർക്കറ്റിനെ ഇങ്ങോട്ട് പൊരിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ വിലയൊക്കെ ഒരു മാരിയായി. പുള്ളി ഓരോ ദിവസവും ഓരോ പ്രസ്താവന നൽകും. ഈ മനുഷ്യൻ അറിയാലോ, ട്രംപ് വൺ ഓഫ് ദ ബില്യനെയർ ആണ് അമേരിക്കയിലെ. അപ്പൊ ഇദ്ദേഹം ഇതുപോലെ ബിസിനസ് ഒക്കെ കുടുംബ ബിസിനസ് ആയിരുന്നു. അങ്ങനെ ബിസിനസ് ഒക്കെ ചെയ്ത് കാശൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ടോപ്പിലെത്തി. അത് കഴിഞ്ഞ് പുള്ളി ബിസിനസ് ഏറ്റെടുത്ത് കുറെ നാൾ ഇങ്ങനെ ടോപ്പിൽ പോയി, പിന്നെ കുറച്ച് താഴേക്ക് പോയി. താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, മില്യൺസ് US ഡോളേഴ്സ് നഷ്ടം എന്ന് വെച്ചാൽ നികത്താൻ പറ്റാത്ത അത്രയും $1,000,000 നഷ്ടത്തിലേക്ക് പോയി. പുള്ളി പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഐ വിൽ കം ബാക്ക്. റിയൽ എസ്റ്റേറ്റ് ഒക്കെ തകർന്ന് അടിഞ്ഞു കഴിഞ്ഞ സമയത്ത് പുള്ളി പോയി, പിന്നെയും പുള്ളി വീണ്ടും ബില്യണയറായി ഇന്നിപ്പോ അമേരിക്കനെയും ലോകത്തെ മുഴുവൻ ഇട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കുക. സോ ദ തിങ് ഈസ് ദാറ്റ് നമ്മൾ തോൽക്കാനായിട്ടൊരു മനസ്സ് കാണിച്ചു കഴിഞ്ഞാല് ആ പല തോൽവികളും നമ്മുടെ വിജയത്തിലേക്കുള്ള ഒരു ഒരു ആ, ചവിട്ടുപടിയാണ് എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് തോൽവിയുടെ ഒരു എക്സാമ്പിൾ പറയും. ഇത് ഞാൻ ചിലപ്പോ ആ, പറഞ്ഞിട്ടുണ്ടാവും, എത്ര പേര് ഓർക്കണം എന്ന് അറിഞ്ഞൂടാ. ഒരു മനുഷ്യൻ, ഇദ്ദേഹം ഒരു കണ്ടുപിടുത്തം നടത്താൻ, അതായത് 3M വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പേര് സ്പെൻസർ സിൽവർ എന്നാണ്. ഇദ്ദേഹത്തിന് ഒരു കമ്പനി ഒരു അസൈൻമെന്റ് കൊടുക്കുകയാണ്, ലോകത്തെ ഏറ്റവും ശക്തിയേറിയ ഒരു പശ ഉണ്ടാക്കുക. ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ടെൻഷൻ ഒന്നുമില്ല. കാര്യം ഇപ്പൊ നമുക്കറിയാം സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫിക്സ് അല്ലെ, അങ്ങനെ എന്തൊരു സാധനങ്ങൾ പറഞ്ഞ, ആദ്യം സൂപ്പർ ഗ്ലൂ ആയിരുന്നില്ലല്ലോ, സൂപ്പർ വിക്സോ അങ്ങനത്തെ ഒരു ബ്രാൻഡായിരുന്നു. അപ്പം ഈ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും കിട്ടുന്ന സാധനം ഇരുമ്പിനെ പോലും മുട്ടിക്കുന്ന, അല്ലെങ്കിൽ കൈകളെ പൊട്ടിച്ച് കളയുന്ന ഒക്കെ തരത്തിലുള്ള ഒരു പശ ഉണ്ടാക്കാനാണ് ഇദ്ദേഹത്തിന് അസൈൻമെന്റ് കൊടുക്കുന്നത്. ഇദ്ദേഹം പരീക്ഷണം നടത്തി, പരീക്ഷ നടത്തി ഒരു പശ കിട്ടി. പശ കിട്ടി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് പശയാണ്, പക്ഷെ ലോകത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ഒരു പശയാണ്. നമ്മളിപ്പോ ഒരു പേപ്പറൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് എവിടെയെങ്കിലും ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടിയിരിക്കും പശയില്, പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞ് പൊളിച്ചു കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു വരും. അതിന്റെ ആ പേപ്പറിന്റെ ഒരു പാട് പോലും അവശേഷിപ്പിക്കാത്ത രീതിയിൽ പൊളിഞ്ഞു വരും. സത്യത്തിൽ ഇതൊരു പരാജയമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ പശ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച ഒരാള് ലോകത്തെ ഏറ്റവും ശക്തി കുറഞ്ഞ ഒരു പശ ഉണ്ടാക്കി. 1968 ഇത് സംഭവിക്കുന്നത്. പക്ഷേ പുള്ളി ആ പരാജയത്തെ ഒരു പരാജയമായി കാണാതെ ഇതിന്റെ പിന്നില് എന്തെങ്കിലും സംതിങ് ഡിഫറെന്റ്, കാര്യം ഇതിന്റെ ഒരു റിയൽ പർപ്പസ് നമ്മൾ കണ്ടെത്താത്തതാണ് നമുക്ക് ഇതിന്റെ ഒരു സംഭവം. പുള്ളി ആ ഒരു ഫോർമുലയോ കാര്യങ്ങളോ ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഇതിനെക്കുറിച്ച് സെമിനാർസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. ലൈക്ക് നമ്മൾ ഇങ്ങനെ ഒരു പശ കണ്ടുപിടിച്ചിട്ടുണ്ട്, സോ വി ഹാവ് ടു ഫൈൻഡ് സംതിങ്, ഇതിന്റെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് കണ്ടെത്തി നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി ഇങ്ങനെ നടക്കുമെന്നുള്ളത്. ഇങ്ങനെ പുള്ളി ഇങ്ങനെ കുറെ നാള് പോണ സമയത്ത് അടുത്തൊരു മനുഷ്യൻ രംഗപ്രവേശം ചെയ്തു. ഇദ്ദേഹമാണ് ആർട്ട് ഫ്രൈ എന്ന് പറയുന്ന ആള്. ഇദ്ദേഹം 3M വർക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ദിവസം ഇയാള് ചർച്ചില് കൊയറിൽ പാട്ട് പാടുന്ന ആളാണ്. അപ്പൊ പുള്ളി നോക്കിയപ്പോ ഈ ബുക്കിൽ ഓരോ സ്ഥലത്തും ഇങ്ങനെ പേപ്പർ മാർക്സ് വെച്ചിട്ടുണ്ട്. ഈ പാട്ട് കഴിഞ്ഞ് അടുത്ത പാട്ട് വെക്കണം, അല്ലെങ്കിൽ പാടണം, അല്ലെങ്കിൽ നമ്മുടെ ബൈബിളിലൊക്കെ ചർച്ചിൽ പോകുന്നവർക്കൊക്കെ അറിയാൻ പറ്റും, പല പേജുകൾ മാറി മാറിയിട്ടാണ്. അപ്പൊ ബുക്സ് മാർക്സ് ചാടിപ്പോണു. ഇപ്പോഴാണ് പുള്ളി ആലോചിച്ചത്, അയ്യോ സ്പെൻസർ ഉണ്ടാക്കിയ ഒരു സാധനം ഉണ്ടല്ലോ, ആ പശ വെച്ചിട്ട് ഞാനിങ്ങനെ പേപ്പറിനകത്ത് ഒട്ടിച്ചിങ്ങനെ ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ എനിക്കത് ആവശ്യമില്ലാത്തപ്പോ റിമൂവ് ചെയ്യാം, പിന്നെയും ഒട്ടിക്കാം. കാര്യം നോർമലി ഇപ്പൊ നമുക്കറിയാം ഒരു പശ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ പേപ്പറും കൂടി കീറിപ്പോരും. അപ്പൊ പുള്ളി ആലോചിച്ചു, ദിസ് ഈസ് ഗുഡ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ പശ
പുള്ളി അവിടെ വെക്കുകയും അപ്പോഴാണ് പുള്ളിയുടെ തലയിൽ ഒരു ഐഡിയ വിചാരിക്കുന്നത് ഇങ്ങനെ പല ആളുകളും ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. കാര്യം പേപ്പർ ബുക്ക് മാർക്സ് വെക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ട് എഴുതിയിട്ട് ഒരു കമ്പ്യൂട്ടറിൽ വെക്കാനൊക്കെ ആയിട്ട് ആളുകൾ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു സ്റ്റിക്കി നോട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം ഈ ഗ്ലൂ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതിന് ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും പവർഫുൾ ഉണ്ടാക്കാനായിട്ടുള്ള പശ ഫെയിലിയർ ആയി ഏറ്റവും മീൻസ് പവർഫുൾ അല്ലാത്ത ഒരു പശ ഉണ്ടാവുകയും അത് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും ഉണ്ടായ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 3Mനെ ഒരു $1 ബില്യൺ കമ്പനിയിലേക്ക് വളർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ പരാജയപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മള് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാല് മിസ്റ്റേക്സ് അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറല്ലെങ്കിൽ അവർക്ക് വലിയ വിജയം നേടിയിട്ടുണ്ട്. പരാജയപ്പെട്ടു എന്ന് അവൻ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം അവർക്ക് വലിയ വിജയം നേടി. നമുക്ക് പല പല ആളുകളെയും അറിയാൻ പറ്റും. പല ആളുകളെ ലൈക്ക് ഇപ്പൊ അതിനകത്ത് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതൊക്കെ നമ്മുടെ ഐൻസ്റ്റീൻ ക്ലാസ്സിൽ വളരെ മോശമായിരുന്നു. മറ്റേ തോമസ് ആൽവ എഡിസനെ മന്ദബുദ്ധിയായ കുട്ടി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പുറത്താക്കിയതാണ്. അപ്പോൾ ഇവരൊക്കെ പരാജയപ്പെട്ട് ക്ലാസ്സിലെ IQ ലെവലിൽ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് ഒഴിവാക്കപ്പെട്ടപ്പോ ഇവരൊക്കെ ആ ഒരു പരാജയത്തെ അക്സെപ്റ്റ് ചെയ്യാൻ അവരുടെ അമ്മമാര് അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോനെ യു ആർ സംതിങ് ടാലന്റഡ് എന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ആ ഒരു അക്സെപ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ടും ആ മിസ്റ്റേക്സ് വരുത്താനായിട്ട് അവർ തയ്യാറായതുകൊണ്ടും അവരുടെ ലൈഫിൽ ഭയങ്കര സക്സസ്ഫുൾ ആയി. ഇപ്പൊ നമ്മൾ നോക്കിക്കോ, ആപ്പിൾ തന്നെ നമുക്കറിയാം നമ്മുടെ ആപ്പിളിന്റെ CEO സ്റ്റീവ് ജോബ്സിന്റെ ജീവിതം മൊത്തം പരാജയമായിരുന്നു. എനിക്കറിയാം അമ്മ ഉപേക്ഷിക്കുന്നു, ലൈക്ക് എന്താ പറയാ ചെറുപ്പത്തിലേ തന്നെ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ഗർഭിണി ആയതുകൊണ്ട് ആ കുട്ടിയെ വേണ്ട എന്നുള്ള രീതിയിൽ അത് എത്തി നൽകുന്നു. വയസ്സായ 2 പാരന്റ്സ് ആണ് അവനെ വളർത്തി വലുതായി കഴിഞ്ഞ് കോളേജിലൊക്കെ വിട്ട് കഴിഞ്ഞ സമയത്ത് കോളേജിൽ പഠിക്കുന്നത് എക്സ്പെൻസീവ് ആണെന്ന് തിരിച്ചറിയുന്നവൻ ഇതൊന്നും അവന് ഇൻട്രസ്റ്റ് ആയിട്ട് അവന് താല്പര്യം തോന്നുന്നില്ല, ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകുന്നു. ആ സമയത്ത് ഓക്കെ വെരി ഗുഡ് ഫസീല, ഓക്കെ ഇറ്റ്സ് ഫൈൻ. അപ്പോ മറ്റേ ആ ക്ലാസ്സിൽ നിന്ന് അവൻ പുറത്തു പോകുന്നു. പിന്നെ അതിനുശേഷം പിന്നീട് പുറത്തു പോയിട്ട് പിന്നീട് ഒരു കമ്പനി കൂട്ടുവാനായിട്ട് ചേർന്ന് ആപ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് സക്സസ്ഫുൾ ആവുന്നു. അതേ സമയം തന്നെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് പുതിയ പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സിന് ഈവൻ ഇത്രയും പൈസ മുടക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് വന്ന ഇൻവെസ്റ്റേഴ്സ് അതിന്റെ ഫൗണ്ടർ തന്നെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്രയോ വലിയ ഫെയിലിയർ ആണ്, എത്രയോ വലിയ മിസ്റ്റേക്സ് ആണ്. അതിനുശേഷം അവിടെ നിന്ന് പുറത്തു വരുന്നു, പിന്നീട് വീണ്ടും ആ കമ്പനി തന്നെ വാങ്ങാവുന്ന രീതിയിലേക്ക് വരും. അപ്പൊ അതുപോലെ നമ്മൾ ഓരോ മിസ്റ്റേക്സ് കഴിയുമ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ആ മിസ്റ്റേക്സ് ആണ് നമ്മളെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം നമ്മളിവിടെ കുറെ കുഞ്ഞുമക്കള് കുറച്ചുണ്ട്, അല്ലെങ്കിൽ പാരന്റ്സ് ഉണ്ട്. നമ്മൾ ഇവരോടൊക്കെ പറഞ്ഞു പഠിക്കേണ്ടതെന്ന് വെച്ചാൽ മോനെ തോറ്റോട്ടെ, ബട്ട് യു ഹാവ് ടു പാർട്ടിസിപ്പേറ്റ്. എന്തിലും നീ പങ്കെടുക്കുക, നീ തോക്കണം, തോറ്റ് നീ അതിന്റെ ഒരു അനുഭവം അറിയണം. ജയിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല സമയത്ത് പരിചയപ്പെടേണ്ട, പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ തോൽവി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ സംഭവം ഉണ്ടാവും. ഇപ്പൊ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയിട്ട് തോറ്റു വന്നു, ഓക്കെ കൺഗ്രാചുലേഷൻസ്, ലൈക്ക് യു ട്രൈഡ് ഇറ്റ്. അപ്പൊ ഞാൻ എന്റെ മക്കളോടും പലപ്പോഴും പറയാറുണ്ട് ഈ ഒരു കോൺസെപ്റ്റ്, ലൈക്ക് അവരോട് എന്തെങ്കിലും പരിപാടിയിലേക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ പങ്കെടുക്കുക, സമ്മാനമൊന്നും വേണ്ടാന്ന്. തോറ്റു എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. കാര്യം നമ്മുടെ റിയൽ പൊട്ടൻഷ്യൽ ഇരിക്കുന്നത് എവിടെയാണ് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഒരു കോട്ടും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് അവസാനിപ്പിക്കാം. ആ ഒരു കോട്ട് ഇതാണ്: ഇഫ് യു വാണ്ട് ടു ഇൻക്രീസ് യുവർ സക്സസ് റേറ്റ്, ട്രൈ ടു ഇൻക്രീസ് യുവർ ഫെയിലിയർ റേറ്റ്. ഇഫ് യു വാണ്ട് ടു ഇൻക്രീസ് യുവർ സക്സസ് റേറ്റ്, ട്രൈ ടു ഇൻക്രീസ് യുവർ ഫെയിലിയർ റേറ്റ്. എങ്ങനെ ഫെയിലിയർ റേറ്റ് കൂട്ടാൻ പറ്റും? തോൽക്കാൻ വേണ്ടി എല്ലായിടത്തും പോയി തോൽക്കുന്നില്ല, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക. നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇപ്പൊ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം, ആ ബിസിനസ്സിൽ പുതിയൊരു ഐഡിയ ഇന്നോവേഷൻസ് കൊണ്ടുവരണം. നമ്മളിപ്പോ ഇപ്പൊ മുസ്തഫ സാർ ഇരിക്കുന്നുണ്ട്, ഇപ്പൊ ക്ലാസ് പെട്ടെന്ന് ഒരു ദിവസം എടുക്കുന്നു, നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്താലോ, അവിടെ ഒരു ബിസിനസ്സിൽ അങ്ങനെ ഒരു ഓൾട്ടറേഷൻ പറ്റി, അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു. ചിലപ്പോൾ അത് തോറ്റു പോകായിരിക്കാം, പക്ഷെ കുറച്ചും കൂടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അത് ചെയ്യുന്നു, അത് തോറ്റുപോയി, ഓക്കെ വെരി ഗുഡ്, അപ്പൊ തന്നെ അടുത്ത പരിപാടി പിടിക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പുതിയത് ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴാണ് നമുക്ക് ക്ലിക്ക് ആണെന്നറിയില്ല. കാര്യം നമ്മുടെ ബ്രെയിൻ വിൽ അക്സെപ്റ്റ് ഫെയിലിയേഴ്സ് ഓൾസോ, ലൈക്ക് അതല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല.
ഞാൻ 2-3 പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ പോലും ഞാൻ ഒരിക്കൽ കൂടെ പറയണം അറിയാത്തവർക്ക് വേണ്ടി. കഫേ കോഫി ഡേയുടെ മനുഷ്യൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു മിസ്റ്റേക്സ് ഉണ്ടായിരുന്നില്ല. IIT കഴിഞ്ഞ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ബിസിനസ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നു. ആ അതിന്റെ ആസ്തി ഏകദേശം ഒരു എത്ര പറയാ കോടിക്കണക്കിന് 10,000 കോടി രൂപയൊക്കെ ആസ്തിയിലേക്ക് പോകുന്നു. പിന്നെ അദ്ദേഹം എടുത്ത റോങ് മിസ്റ്റേക്സ് കൊണ്ട് അല്ലെങ്കിൽ ഡിസിഷൻസ് കൊണ്ട് ആ കമ്പനി ലോസിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4,000 കോടി രൂപയോളം നഷ്ടത്തില് ആ സ്ഥാപനമാവുന്നു. പല ആളുകളും അദ്ദേഹത്തെ വിളിക്കുന്നു, പൈസയ്ക്ക് വേണ്ടിയും ബാക്കി കാര്യങ്ങൾക്ക് വിളിക്കുന്നു. ജീവിതത്തിൽ ഇതുവരെ ഒരു മിസ്റ്റേക്സും പറ്റാത്തത് കൊണ്ടും ഫെയിലിയേഴ്സിന്റെ വിഷമം എന്താണെന്ന് അറിയാത്തതുകൊണ്ടും ആ മനുഷ്യൻ ഒരു ദിവസം ഡ്രൈവറെ കൂട്ടിപ്പോയി ഒരു വലിയ എന്താ പറയുക പുഴയുടെ പാലത്തിന്റെ ഒരു സൈഡിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഓക്കെ ഞാനൊന്ന് കാറ്റ് കൊണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു പോയ മനുഷ്യൻ പിന്നെ തിരിച്ചു വന്നില്ല. അദ്ദേഹം എന്താ പറയാ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അത്രയും കോടീശ്വരനായ മനുഷ്യന്റെ ബോഡി 1-2 ദിവസങ്ങൾക്ക് ശേഷം എവിടുന്ന് കണ്ടെത്തി സംസ്കരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്. അദ്ദേഹം മിസ്റ്റേക്സ് ഫെയിലിയർ ആണെന്ന് വിചാരിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇതിലും രസകരമായെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യ കർണാടക മുഖ്യമന്ത്രിയുടെയൊക്കെ മകളായിരുന്നു എന്ന് തോന്നുന്നു. അവര് ബിസിനസ്സിലേക്ക് വരുന്നു. അതുവരെ ബിസിനസ് ചെയ്യാത്ത അവര് ബിസിനസ്സിലേക്ക് വരുന്നു. ഇദ്ദേഹം ഇട്ടിട്ട് പോയ സാമ്രാജ്യം, അവിടെ കടമുണ്ട്, 4,000 കോടി കടമുണ്ട്, പക്ഷെ സ്റ്റിൽ അവർ ആ ബിസിനസ് ഏറ്റെടുക്കുന്നു. ഇന്ന് ആ ബിസിനസ് വീണ്ടും പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ നമ്മുടെ മിസ്റ്റേക്സ് ഒന്നും ഫെയിലിയേഴ്സ് അല്ല, അതൊക്കെ നമുക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ്, പുതിയ പുതിയ ലെസൺസ് ആണ് എന്നുള്ള രീതിയിൽ അതിനെ നമുക്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് റേറ്റ് വളരെ കൂടും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഒരു മിസ്റ്റേക്സ് എന്നൊക്കെ എന്തെങ്കിലും പഠിക്കുകയോ അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഫെയിലിയർ ആണെന്ന് കരുതി പിന്നെ മുന്നോട്ട് പോകാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം അല്ലെങ്കിൽ അനുഭവം പങ്കുവയ്ക്കാൻ? ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ എന്തെങ്കിലും ആശയങ്ങളോ ഒന്ന് പറയാമോ? ആരുമില്ലേ? എല്ലാരും കേൾക്കുന്നുണ്ടോ? ഹലോ, ഉറങ്ങാണല്ലോ എല്ലാവരും? അല്ല സാറേ ഉണ്ട്. ആ, ഒന്ന് പറഞ്ഞോളൂ. അല്ല, എന്തെങ്കിലും അനുഭവം ഉണ്ടോ നിങ്ങൾ ഇങ്ങനെ തോറ്റുപോയിട്ട് പിന്നീട് ആ പരിപാടി ഉപേക്ഷിച്ചത്? പിന്നീട് തോക്കാൻ തന്നെ പേടിച്ചിട്ട്? അതെ, കാർ ഡ്രൈവിംഗ്. ഏതാ? കാർ ഡ്രൈവിംഗ്. കാറ് ഓടിക്കാൻ, ഡ്രൈവിംഗ്. ഡ്രൈവിംഗ്. പിന്നെ നിർത്തി കളഞ്ഞല്ലേ? ഓ, ആ, പേടിയാവും. ആ പേടി മാറ്റിയിട്ട് നിങ്ങൾ രണ്ടാമതൊന്ന് ഓടിച്ചു നോക്കിയേ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇവിടെ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളോട് ചോദിച്ചു നോക്കിയേ, അവർക്ക് ഡ്രൈവിംഗ് ഓടിക്കുന്ന സമയത്ത് തുടക്കത്തിൽ പേടിയായിരുന്നോ അത് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു? എല്ലാവരും എല്ലാവരും പേടിച്ച് വിറച്ച് ആണ് തുടങ്ങുന്നത്. പക്ഷെ ആ പേടിനെ ഓവർകം ചെയ്യാൻ പറ്റി കഴിഞ്ഞാലാണ് നല്ലത്. മേഘ പറഞ്ഞോളൂ. സർ പേടിയല്ല, കളിയാക്കലാ പേടിയാവുന്നത്. ആ, ഒരിക്കൽ തോറ്റു പോകുമ്പോ ചുറ്റുമുള്ളവരുടെ കളിയാക്കലാണ് സഹിക്കാൻ പറ്റാത്തത്. വെരി ഗുഡ്. അതുകൊണ്ടാ പലപ്പോഴും നമ്മൾ പിന്നിലോട്ട് പോകുന്നത്. കാരണം തോറ്റു ശരിയാ, പക്ഷെ അതിനേക്കാൾ പ്രയാസമായിട്ട് തോന്നുന്നു ഈ ചുറ്റും നിൽക്കുന്നവർക്ക് വേറെ പണിയില്ലേ, എന്തിനാ ഇതിനൊക്കെ പോയി തോക്കാൻ പോണെന്നുള്ള ഒരു കളിയാക്കൽ കേൾക്കുമ്പോ ഓ വേണ്ട, ഇനി ഞാൻ തോറ്റുപോകും എന്നൊരു തോന്നല് മനസ്സിൽ വരും. സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊന്നും തോൽവിയെ ഭയമില്ല. പക്ഷെ അവർ വളർന്നു വരുമ്പോ ഈ ചുറ്റും നിൽക്കുന്നവരെ കളിയാക്കല്, പാരന്റ്സിന്റെ അതൊക്കെയാ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ നടത്തുന്ന ഗെയിം തോക്കുന്നവർക്കാ പ്രൈസ്. സ്കൂളിൽ ഞാൻ നടത്തും, ആരാണോ ഏറ്റവും അവസാനം എത്തുന്നത് അവർക്ക് ഞാൻ പ്രൈസ്. എന്ന് വെച്ചാൽ തോൽവിയെ നേരിടാൻ കുഞ്ഞിലെ അവരുടെ മനസ്സിനൊരു ശക്തി കൊടുക്കണം. അങ്ങനെയുള്ള ഗെയിമുകളാണ് ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ നടത്തുന്നത്. ഫസ്റ്റിനല്ല, തോറ്റുവാ അപ്പോഴാ നിനക്ക്. അപ്പൊ അവർക്ക് ആ തോൽവി നേരിടാനുള്ള ഒരു മനസ്സുണ്ടാവും. അങ്ങനെ ഞങ്ങൾക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല, അടിയാ കിട്ടിയിട്ടുള്ളത്, എന്തിനാ പോയി തോറ്റിട്ട് വന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തോൽവി പേടിച്ച് ഒന്നിനും ഇറങ്ങാതെ ആയിപ്പോയി. ഇപ്പോഴാ ഭയം ആ മനസ്സിലുള്ളത്. താങ്ക് യു സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മേഘ, താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞ മേഘയെ പോലുള്ളവര് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് കൊള്ളാം. നമ്മളൊന്ന് തോറ്റു നോക്കുന്നേ, ആൾക്കാർ കളിയാക്കട്ടെ എന്ന്. എത്ര ദിവസം കളിയാക്കും? ഈ ആളുകളുടെ കളിയാക്കൽ ഞാൻ പലപ്പോഴും ഒരു ക്ലാസ്സിൽ കേട്ടതുപോലെ നമ്മളെ ഈ ആളുകൾ ഇങ്ങനെ നമ്മളെ ഉപദ്രവിക്കാനൊക്കെ വരും. പക്ഷെ നമ്മളിങ്ങനെ പൊങ്ങി 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 പോകുമ്പോ അവസാനം അവരിങ്ങനെ നമ്മളെ തല്ലാൻ കഴിയുമോ എന്ന് നമുക്കൊരു ടാറ്റ പോലെ തോന്നും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത്
ആ, ആളുകൾക്ക് വേറെ പരിപാടി ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ ആരാണെങ്കിൽ പോലും ഇപ്പൊ ഒരാള് പെട്ടെന്ന് ഓടിപ്പോണ സമയത്ത് വീണ് കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം അയ്യോ എന്നല്ല പറയാ, ചിരിക്കുക ചെയ്യുക. ഇങ്ങ് നോക്കിക്കോ, ആളുകളുടെ സ്വഭാവം അതാണ്. നമ്മൾ ഒരാളെ കളിയാക്കുക എന്നുള്ളത് അത് ജന്മസിദ്ധമാണ്. നമുക്കും അങ്ങനെയൊക്കെ പലപ്പോഴും തോന്നും. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ജീവിതം ഒരിക്കലും നോട്ട് ഡിസൈഡഡ് ബൈ ദം. നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കൊടുക്കണ്ട, നമുക്ക് നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ട് ചെയ്യാൻ വേണ്ട. അപ്പൊ ഇനി ഇങ്ങനെ ആളുകളുടെ കളിയാക്കലുകൾ ഒന്ന് ആസ്വദിച്ച് നോക്കി, ഭയങ്കര രസമായിരിക്കും. നമ്മൾ പറയാ ഞാൻ ഇങ്ങനെയാടാ, ഞാൻ തോക്കും, ഇനിയും തോക്കും എന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞാല് വളരെ രസകരമാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഒരാള് ഇപ്പം നമുക്കും മക്കളുണ്ട്. ഇപ്പൊ നമ്മൾ അവരൊക്കെ നമ്മളെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഒരാള് ഇങ്ങനെ ഞോണ്ടുന്ന സമയത്ത് നമ്മൾ അതിനോട് എന്താ പറയാ റിയാക്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞോണ്ടുന്നവർക്ക് പിന്നെയും പിന്നെയും ഞോണ്ടാൻ തോന്നുന്നത്, അല്ലെ? നമ്മളിപ്പോ ഇങ്ങനെ ടീസ് ചെയ്യുന്നു, ലൈക്ക് നമ്മൾ പോണ സമയത്ത് ഒരു തട്ട് കിട്ടി, അപ്പൊ എന്തിട്ട് കാണിക്കണേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് എന്റെ മോളോടൊക്കെ നമ്മൾ ചെയ്യും. അപ്പൊ അവളുടെ ആ ഒരു അല്ലെങ്കിൽ അവരാ കുറേം കൂടിയും അങ്ങനെ ടീസ് ചെയ്യുമ്പോഴാണ് വാ എന്നൊക്കെ പറഞ്ഞ് ഒച്ചെടുക്കുമ്പോഴാണ് നമുക്ക് പിന്നെയും പിന്നെയും ചെയ്യാൻ ഒരു രസം തോന്നുന്നത്. മറിച്ച് പറഞ്ഞത് അപ്പൊ തട്ടിക്കോ. അപ്പൊ മൂത്ത മോനൊക്കെ കുറച്ചും കൂടി മെച്ചുറേ. ഇപ്പൊ ഞാൻ ഈ ഞോണ്ടലും പിടിക്കലും എല്ലാ പിള്ളേരെയും ചെയ്യും. അപ്പൊ മൂത്തവനൊക്കെ ഇങ്ങനെ വന്ന് നമ്മൾ പിടിച്ചാലും ഞോണ്ടിയാലും എന്താപ്പാ സുഖാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ അവന്റെ അടുത്ത് വലിയ ഇങ്ങനെ ചെയ്യാൻ തോന്നില്ല. പക്ഷെ എല്ലാ പിള്ളേരൊക്കെ അവര് ഒപ്പം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ നമുക്ക് ഭയങ്കര രസമാണ് അവർ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ആളുകൾ ഈ ഞോണ്ടുമ്പോഴും ഈ തട്ടുമ്പോഴും ഒക്കെ നമ്മൾ ഈ ഇങ്ങനെ കിടന്ന് റെസ്പോണ്ട് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് ആണ് ആളുകള് ഇത് ചെയ്യുന്നത്. ഇതിലൊന്ന് ചിരിച്ചിട്ടൊന്ന് നേരിട്ട് നോക്കി. എനിക്ക് പെട്ടെന്ന് നിങ്ങളൊക്കെ പറഞ്ഞ സമയത്താണ് എനിക്ക് തോന്നുന്നത്, ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന ഒരാള് അറിയാലോ അല്ലെ? നിങ്ങൾ ആ എത്ര പേർക്ക് സന്തോഷ് പണ്ഡിറ്റിന്റെ രാത്രി ശുഭരാത്രി നീ ഓർക്കുമ്പോ തന്നെ ചിരി വരുന്ന ഒരു വ്യക്തിയാ. ആ അപ്പോ തീർച്ചയായും. സന്തോഷ് പണ്ഡിറ്റ് അറിയാലോ, 5 ലക്ഷം രൂപയ്ക്ക് പുള്ളി തന്നെ സംവിധാനം, പുള്ളി തന്നെ പാട്ട് എല്ലാം ചെയ്ത് പുള്ളി ഭയങ്കര കോമഡി അവസാനം. പക്ഷെ അദ്ദേഹം ഭയങ്കര ബുദ്ധിമാനായിരുന്നു. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എല്ലാവരും സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെ മോശമായിട്ട് ഒരാളാണ്, നെഗറ്റീവ് മാർക്കറ്റിങ്ങിനല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പുള്ളിയോട് ഇന്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങൾക്ക് നാണാവില്ലേ ഇങ്ങനെ വില കുറച്ച് കാണാൻ? അപ്പൊ പുള്ളി തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരെങ്കിലും മലയാളി ഹൗസ് എന്നാണ്, നമുക്ക് ബിഗ് ബോസ് പോലെ ഒരു പരിപാടി തുടങ്ങിയപ്പോ നിങ്ങൾ ആരെങ്കിലും മലയാളി ഹൗസിലേക്ക് വിളിച്ചോ? എന്നെ വിളിച്ചു എന്ന് മാത്രമല്ല ഇത്ര ലക്ഷം രൂപ എനിക്ക് പ്രതിഫലമായിട്ട് തന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നൊരു പരിപാടിക്ക് വിളിച്ചോ, എനിക്ക് ഇത്ര രൂപ പ്രതിഫലമായിട്ട് കിട്ടി. ഞാൻ യൂട്യൂബിൽ ഇങ്ങനത്തെ നിങ്ങൾ എന്നെ തെറി വിളിക്കുന്ന വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇത്ര ലക്ഷം രൂപ ഉണ്ടാക്കി. സോ ഐ എൻജോയ് ദിസ് പ്രോസസ്. അപ്പോ തോൽക്കാനായിട്ടൊരു മനസ്സ്, ഞാൻ പറഞ്ഞ എല്ലാവരും സന്തോഷ് പണ്ഡിറ്റിനെ പോലെ ആവണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മളെ കളിയാക്കുന്ന ആളുകളെ നോക്കിയിട്ട് ഓക്കെ ഐ വിൽ കം ബാക്ക് എന്ന് പറയാനുള്ള ഒരു 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 ധൈര്യം നമുക്ക് വേണം. ഞാൻ വീണ്ടും ടൊവിനോനെ കോട്ട് ചെയ്യണു. ടൊവിനോനെ ഇങ്ങനെ ഇതുപോലെ അഭിനയിച്ചു വരുന്ന സമയത്ത് ആളുകൾ തെറി വിളിച്ചു കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ. ഏകദേശം ഒരു 8 9 വർഷം മുമ്പ് അവൻ പറഞ്ഞൊരു കാര്യം, നിങ്ങളിപ്പോ എന്നെ കളിയാക്കും, തെറി വിളിക്കും, എന്നെ കഴിവില്ലാത്തവനെന്ന് മുദ്ര കുത്തും, പക്ഷെ ഒരു ദിവസം നിങ്ങൾ എന്നെ ഓർത്ത് അഭിമാനിക്കും. ഒരു ദിവസം നിങ്ങൾ എന്നെ ഓർത്ത് അഭിമാനിക്കും. ആ സാധനം മിന്നൽ മുരളി പടം റിലീസ് ചെയ്ത് ഇവനൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ പോസ്റ്റ് അഗൈൻ ഫേസ്ബുക്കിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു. നിങ്ങൾ എന്നെ ഓർത്ത് അഭിമാനിക്കുന്ന നിമിഷം. ഇന്ന് നമുക്കറിയാം, ഈ അടുത്ത് വന്നതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു 100 CR, മോഹൻലാൽ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ 100 CR മൂവീസിൽ അഭിനയിച്ച ഒരാള് ടൊവിനോ ആണ്. അതുപോലെ വരാനിരിക്കുന്നതെല്ലാം വലിയ വലിയ പ്രൊജക്ട്സുകളാണ്. സ്റ്റിൽ ഹീസ് വെരി ഹംബിൾ, സ്റ്റിൽ ഹീസ് വെരി ഗുഡ്. ലൈക്ക് അങ്ങനെ ജാടയോ തരക്കനങ്ങളോ ഒന്നുമില്ലാതെ ഏറ്റവും ഫണ്ണായിട്ട് ജീവിതത്തെ കാണുകയും തന്റെ മുഴുവൻ എഫേർട്ടും പുള്ളി ഇതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. ഈ അടുത്ത് പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ അതിനകത്ത് പുള്ളി പറഞ്ഞു വെച്ചാൽ ആഫ്രിക്കയിലോ മറ്റോ ഇവര് ഫാമിലി ആയിട്ട് ടൂർ പോയ സമയത്ത് സഫാരിയിൽ പോവാണ്, ജംഗിൾ സഫാരിയാണ്. അപ്പൊ ലോങ് ഡ്രൈവ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ സിനിമയിൽ പുള്ളി ഹിറ്റായി വരുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു രസകരമായ കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടി ഓടുന്ന സമയത്ത് ഭാര്യയും മക്കളും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഉറങ്ങി, ഡ്രൈവർ മാത്രം ഉറങ്ങിയിട്ടില്ല. അപ്പൊ ടൊവിനോ വിചാരിച്ചു ഓക്കെ എന്റെ അഭിനയ സ്കില്ല് പഠിക്കാനുള്ള അവസരമാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ ഫേസ് എക്സ്പ്രഷനിലൂടെ പല കാര്യങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു മനുഷ്യന്റെ നല്ല ഒരു നടനാവാനുള്ള അന്തിമമായ ആഗ്രഹമാണ് ഞാൻ എന്നിട്ട് കണ്ടത്. പുള്ളി ഫേസ് എക്സ്പ്രഷനിൽ ഇങ്ങനെ കണ്ണൂറ്റുന്നു, ഇങ്ങനെ അടിക്കുന്നു, പല രൗദ്രഭാവങ്ങളൊക്കെ മുഖത്ത് കാണുന്നു. അപ്പോ ഇവൻ നോക്കുമ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഡ്രൈവർ ഇങ്ങനെ കണ്ണടയിലൂടെ നോക്കിയപ്പോ ബാക്ക് ക്യാമറയിൽ നോക്കിയപ്പോ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ണുരുട്ടുന്നു, ആകെ പ്രശ്നം.
അപ്പൊ ഡ്രൈവർ ആകെ പേടിച്ചു പോയി എന്ന് പറഞ്ഞ കാര്യം ഇനി ഇയാൾ ഇനി തല്ലോ ഇനി ഭ്രാന്തനാണോ എന്നൊക്കെ ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് വെച്ചാൽ ഓരോ നിമിഷം തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള എഫേർട്ട് എടുക്കുക ആ രീതിയിലാണ്. അതുപോലെ പെട്ടെന്ന് നമ്മൾ ഫിലിം സ്റ്റാർസിന്റെ കാര്യം പറയുമ്പോൾ മോഹൻലാലിനെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. അദ്ദേഹത്തിന്റെ പടങ്ങൾ എന്തോരം പൊട്ടുന്നു, അതിന്റെ ഇരട്ടി സക്സസ് ആവുന്നു. അപ്പൊ പൊട്ടിയ പടങ്ങളെ ഓർത്ത് പുള്ളി സങ്കടപ്പെടാറില്ല, ജയിച്ച പടങ്ങളെ ഓർത്ത് ഒരുപാട് ഹാപ്പി ആവാറില്ല. പുള്ളി പറഞ്ഞ ഇറ്റ്സ് ഹാപ്പനിങ്, ഐ ഡോണ്ട് കെയർ. ഇവൻ ധനനഷ്ടം വന്നാലും ഒന്നും ചെയ്യാൻ പറ്റും. അപ്പൊ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള ഒരു ചിന്ത നമുക്കതൊരു പോയിന്റ് ആയിട്ട് കൂടി വരുന്നുണ്ട്. ആ ഒരു സംഭവം മാറ്റിയിട്ട് മിസ്റ്റേക്സ് ഫെയിലിയർ ആണെന്നുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ കുറേ മുന്നോട്ട് പോകാൻ പറ്റും, കുറേ മുന്നോട്ട് പോകാൻ പറ്റും. ഞാനൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ട്രെയിനിങ് എടുക്കുന്നു, എന്റെ ഫസ്റ്റ് ട്രെയിനിങ് ഒക്കെ എത്ര മോശമായിരുന്നു. ആളുകൾ എന്തോരൊക്കെ പറഞ്ഞു, അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കിയിരുന്ന എത്രയോ സമയങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അന്ന് അയ്യോ ഇനിയിപ്പോ ആൾക്കാർ കളിയാക്കി, ഇനിയിപ്പോ ട്രെയിനിങ് ഒന്നും എടുക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ബാക്ക് ഔട്ട് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് ഇന്ന് സംസാരിക്കാനായിട്ട് പറ്റൂലായിരുന്നു. അതുപോലെ ഞാൻ പല മത്സരങ്ങൾക്ക് പോയിട്ടുണ്ട്. ആ മത്സരങ്ങളിൽ ഞാൻ തോറ്റിട്ടുണ്ട്. ഇൻ ദ സെൻസ് ലൈക്ക് ട്രെയിനിങ് കോമ്പറ്റീഷൻ ഒക്കെ പോയിട്ട് നമ്മൾ തോറ്റിട്ടുണ്ട്. അപ്പൊ തോക്കുമ്പോ അയ്യോ ഇനിയിപ്പോ ഞാൻ ട്രെയിനിങ് എടുക്കൂല, നമ്മൾ മോശമാണ് എന്ന് വി ട്രൈ അഗെയിൻ. നമ്മളെ ആളുകൾ കളിയാക്കുന്നതും ആളുകളെ ചീത്ത പറയുന്നതും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വി ആർ ഗ്രോയിങ്. നമ്മളെ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വി ആർ ഗ്രോയിങ്. നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. ഇപ്പൊ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചൊക്കെ അവർ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടാവും. കാര്യം ആളുകൾ, നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ ഒരുപാട് പേര് കളിയാക്കുമ്പോൾ അത്രയും പേരുടെ മനസ്സിലേക്ക് നിങ്ങൾ ഇടവരല്ലേ, ദേ ആർ സ്പെൻഡിങ് ടൈം ഫോർ യു. നിങ്ങളൊരാള് ഒരു പ്രോഗ്രാം ചെയ്തു, ഇപ്പൊ നേരത്തെ മേഘ മാഡം പറഞ്ഞ പോലെ ഒരു കോമ്പറ്റീഷനിൽ പോയി അവിടെ തോറ്റു, അയ്യേ മേഘ മോശമായി പോയി, അല്ലെങ്കിൽ അയ്യേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ വെറുതെ ചിലപ്പോൾ ജയിച്ച ഒന്ന് രണ്ട് പേര് വന്നിട്ടാണ് കൺഗ്രാജുലേറ്റ് ചെയ്യുള്ളൂ, ഒരു അസൂയ ഉണ്ടാവും. തോക്കുമ്പോൾ എത്രയോ ആളുകൾ നിങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത സ്ഥലത്ത് പോയി ദൈവം തോക്കാൻ വേണ്ടി ഒരു സാധനം വന്നിരിക്കുന്നു. പക്ഷെ ആ ഒരു അറ്റൻഷനും ആ ഒരു സീക്കിങ്ങും നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. നമ്മുടെ ലൈഫിൽ ഫെയിലിയർ അല്ല, ആർ ഓൾ സ്റ്റെപ്പിംഗ് ലെസൺസ് എന്ന് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഈസി ആയിരിക്കും. ഇനി അടുത്തൊരു ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ലൈ. എന്താണ്? നോളജ് ഈസ് പവർ. നോളജ് പവർ ആണോ? നമ്മൾ ചെറുപ്പം മുതൽ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നതാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? അറിവ് ശക്തിയാണ്. ആണോ? അറിവ് ശക്തിയാണോ? ശക്തിയാണ്, ഒന്ന് പക്ഷെ അത് പ്രയോഗിക്കണം. വെരി ഗുഡ് മണി സാർ. അതെ. അറിവ് ശക്തിയാണോ? ബാക്കിയുള്ളവരോട് അഭിപ്രായം പറ. അറിവ് ശക്തിയാണോ അല്ലയോ? നോളജ് ഈസ് പവർ ഓർ നോട്ട്? ഷൈമിന പറഞ്ഞോളൂ. മനസ്സാറ് പറഞ്ഞ പോലെ ശരിയാ സാർ, അറിവ് ശക്തിയാണ്, പക്ഷെ നമ്മളത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഇതാണ് സത്യം, ഇത് നുണയാണ്. നോളജ് ഈസ് പവർ എന്ന് പറയുന്നത് വെറും നുണയാണ്. നോളജ് പവർ അല്ല. നോളജ് പവർ ആവണമെങ്കിൽ അപ്ലൈഡ് നോളജ് ഈസ് ഓൾവേസ് പവർ. ഇപ്പൊ പലപ്പോഴും ബി മാജിക്കിൽ തന്നെ വരുന്ന ആൾക്കാർ, ഇത് സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സിലൂടെ എന്തോരം അറിവുകൾ നേടിയ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് ഇതിലൂടെ കിട്ടിയ ഒരു അറിവിന്റെ ഒക്കെ ഒരു ശതമാനം ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്നിപ്പോ ആരായി? അല്ലേ? നമുക്ക് അതല്ലെങ്കിൽ നമ്മൾ വായിച്ച പുസ്തകങ്ങൾ, നമ്മൾ അറിഞ്ഞ അറിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായെങ്കിൽ ഇന്ന് നമ്മൾ ആരാ? ഈ പ്ലാറ്റ്ഫോമിലേ ഇരിക്കില്ല. ചിലപ്പോ ഇതുപോലെയുള്ള എല്ലാ ആൾക്കാരും, ബി മാജിക്കിലെ സകലമാന ആൾക്കാരും അവരുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നിരുന്നേനെ, അല്ലെങ്കിൽ അവരെ ഒന്ന് നോക്ക് കാണാൻ വേണ്ടിയിട്ട് വണ്ടി പിടിച്ചു വന്നേനെ. അപ്പോ നോളജ് ഈസ് നോട്ട് പവർ, അപ്ലൈഡ് നോളജ് ഈസ് പവർ. അപ്പം നമ്മളൊരു കാര്യം വായിക്കുന്നു, അറിയുന്നു, എല്ലാ അറിവുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇപ്പൊ വാറ്റാൻ പഠിച്ചു. ഒരു ദിവസം ഒരു വീഡിയോ കണ്ടത്, എന്താ പറയാ, നമ്മുടെ ഒരു നാട്ടിലൊരു പയ്യൻ മാൾട്ടയിൽ പോയിട്ട് അവൻ അവിടെ നിന്ന് കള്ള് വാറ്റുന്ന ഒരു വീഡിയോ അവൻ ഇട്ടു. അപ്പൊ ഞാൻ ഇവനായതുകൊണ്ട് ഇവൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്ന കാര്യം, ഇത്രയും ധൈര്യവും എന്നൊക്കെ വിചാരിച്ചു. കാര്യം മാൾട്ടയിൽ അത് ചെയ്യണേന്ന് എനിക്ക് തോന്നുന്ന ലൈസൻസ്ഡ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അവൻ കുക്കറിലൊക്കെ വാറ്റുന്നതിന്റെ നല്ല അടിപൊളി വീഡിയോ ഇട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു കൊള്ളാലോ എന്ന് വെച്ചിട്ട് ആ അറിവ് നമ്മൾ കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർ നമ്മളെ പിടിച്ചോണ്ട് പോകും. അപ്പം എന്തറിവും നല്ലതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ലൈക്ക് ഈ ബുക്ക്
ലിമിറ്റ്ലെസ് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞ വായന നിർത്തി. കാര്യം എന്റെ നടത്തം കുറഞ്ഞു. ആ ബുക്ക് വായിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് കുറെ അറിവുകൾ കിട്ടി. അതിനകത്ത് ഒന്നാമത്തെ അറിവ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബ്രെയിനിന് ഏറ്റവും നല്ല ഫുഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞോ? ഇല്ല ബ്രെയിൻ സാർ പറഞ്ഞില്ല? ഇല്ല. ഓക്കെ. ഇല്ല പറഞ്ഞില്ല. ബ്രെയിൻ ഡെവലപ്മെന്റ്സിന് ഏറ്റവും നല്ല ഫുഡ്സ് ഒരു 10 ഫുഡ് അദ്ദേഹം പറയുന്നുണ്ട്. ഈ 10 ഫുഡ് എന്ന് ഞാനിപ്പോ തന്നെ പറയാം. ഇതിലത്തെ ശ്രദ്ധിച്ചിരുന്ന ഒരു ഗെയിമാണ്. ഈ 10 പേരും എഴുതാതെ 10 ഈ ഫുഡും ഓർത്ത് പറയാൻ പറ്റുന്നവർക്ക് സമ്മാനമാണ്. 10 ഓർത്ത് പറയാൻ പറ്റുന്ന ആളുകൾക്ക് സമ്മാനമുണ്ട്. ഓക്കെ, അപ്പൊ ബുക്കും പേനയും എടുക്കണ്ട. ഞാൻ പെട്ടെന്ന് അല്ല, ഞാൻ പതുക്കെ പറയുള്ളൂ. പക്ഷെ നിങ്ങൾ കള്ളത്തരം കാണിക്കരുത്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ എന്നിട്ട് വീണ്ടും എഴുതാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇതില് ഞാൻ ജസ്റ്റ് ഒരു ഓർഡർ, അങ്ങനെ പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല, എന്നാലും പറയാം. ഒന്നാമത്തേത് അവക്കാഡോ ആണ്. അവക്കാഡോ അറിയാലോ അല്ലെ? അവക്കാഡോ എന്ന് പറഞ്ഞാൽ അറിയാം, ബട്ടർ ഫ്രൂട്ട്. 2 ബ്ലൂബെറീസ് ആണ്. ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഈ പവറും അല്ലെങ്കിൽ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ്സ് ആണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ബ്ലൂബെറി ആണ്. മൂന്നാമത്തെ സാൽമൺ ഫിഷ് ആണ്. സാൽമൺ ഫിഷ് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അടുത്തത് ചീപ്പാണ്, ബട്ട് ഇറ്റ്സ് ഗുഡ്. ദാറ്റ് ഈസ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഉണ്ടല്ലോ, നമ്മളിപ്പം ഇല വർഗത്തിലുള്ള കറികളാണ് നല്ലത്. അഞ്ചാമത്തേത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾക്ക് വാങ്ങാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ കടയിൽ നിന്ന് കിട്ടുന്ന ചോക്ലേറ്റ്സ് ഡാർക്ക് ചോക്ലേറ്റ്സ് അല്ല, അതിൽ ഷുഗർ ഉണ്ടാവില്ല. ഡാർക്ക് ചോക്ലേറ്റ് നല്ല കയ്പായിരിക്കും. ആറാമത്തേത് മഞ്ഞളാണ്, ടെർമറിക് ആണ്. മഞ്ഞൾ കഴിക്കുന്നത് ബ്രെയിന് കുറച്ചും കൂടി നല്ലതാണ്. ഏഴാമത്തേത് വാൾനട്ട് ആണ്. വാൾനട്ട് അറിയാലോ അല്ലേ? നമ്മളൊരു ഡ്രൈ ഫ്രൂട്ട് ആണ്, വാൾനട്ട് ആണ്. എട്ടാമത്തേത് എഗ്സ് ആണ്. എഗ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് ഫോർ യുവർ ബ്രെയിൻ. ഇപ്പൊ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു 2-3 എഗ്ഗോ ഡെയിലി കഴിക്കുന്നത് ഹെൽത്തിന് മൊത്തത്തിൽ നല്ലതാണ്, എസ്പെഷ്യലി ബ്രെയിന് നല്ലതാണ്. ഒമ്പതാമത്തേത് കോക്കനട്ട് ഓയിൽ ആണ്. കോക്കനട്ട് ഓയിൽ ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാറ്റ് ഫോർ അവർ ബ്രെയിൻ. ആൻഡ് 10ാമത്തേത് വെള്ളമാണ്. നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ ഒരു ഇത്രയും പെർസെൻറ്റേജ് ഓഫ് ഇത് നമുക്ക് വെള്ളമാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു അപ്ലൈഡ് നോളജ് പറയാം. ഈ 10 പേരുകളും ഞാൻ വളരെ പതുക്കെയാണ് പറഞ്ഞത്. ഈ 10 പേരുകൾ ഓർത്ത് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ദിവ്യ നോക്കട്ടെ. പറഞ്ഞു നോക്ക്. അവക്കാഡോ, ബ്ലൂബെറി, സാൽമൺ ഫിഷ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഡാർക്ക് ചോക്ലേറ്റ്, ടർമറിക്, വാൾനട്ട്, എഗ്സ്, കോക്കനട്ട്, വാട്ടർ. എല്ലാം ആയോ? ഏതിനും മിസ്സായോ? എല്ലാം ആയെന്നാണ് തോന്നുന്നത്. ഓക്കെ, വെരി ഗുഡ് ആരതി, വെരി ഗുഡ്. താങ്ക് യു സർ. ഇനി വേറെ ആരാണ്? ഷീലാമ. അവക്കാഡോ കേൾക്കാമോ? ആ. അവക്കാഡോ, ബ്ലൂബെറീസ്, സാൽമൺ ഫിഷ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, എഗ്സ്, കോക്കനട്ട് ഓയില്, ടർമറിക്, Okay. വാട്ടർ. ഓക്കെ, ഇനി കുഴപ്പമില്ല. ആരതി എങ്ങനെയാണത് കാണാപ്പാടം പറഞ്ഞത്? എങ്ങനെയാണ് ബ്രെയിൻ മെമ്മറി ചെയ്ത് എങ്ങനെയാ? സാർ ആദ്യത്തെ ഒരു 5 പയ്യെ പറഞ്ഞോണ്ട് അതിനെപ്പറ്റി ആലോചിച്ചു നോക്കി. അതിന്റെ ഷേപ്പ് ആലോചിച്ചപ്പം കുറച്ച് തലയിൽ കയറി. എന്നിട്ട് സാൽമൺ ഫിഷും ഗ്രീൻ ലീഫ് വെജിറ്റബിൾസും മാത്രമേ ഇത്തിരി വലിയ വാക്കുള്ളൂ. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് അതിന് ശ്രദ്ധിച്ചു. പിന്നെ ഞാൻ കോക്കനട്ട് ഓയിൽ മറന്നതാണ്. എനിക്ക് പറഞ്ഞു നോക്കിയപ്പോ ആ ഫ്ലോയിൽ കിട്ടിയതാണ്. ഓക്കെ, ഇതിപ്പോ ഇവിടെ പലർക്കും ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ 25 പേരുണ്ട്. ഈ 25 പേരിലും ആകെ ആരതി മാത്രമാണ് പറഞ്ഞത്, ബാക്കിയുള്ളവർ ട്രൈ ചെയ്തു. എന്നാലും കുഴപ്പമില്ല. ബട്ട് ഷിലാമ, കൺഗ്രാജുലേഷൻസ്, ലൈക്ക് യു ട്രൈഡ് ഇറ്റ്. ഇത് എനിക്ക് ഓർക്കാൻ പറ്റില്ലായിരുന്നു. ഇതിന്റെ ഞാനൊരു അപ്ലൈഡ് നോളജ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇതിനെ പിക്ചറായിട്ട് ഒരു സ്റ്റോറി ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഓർക്കാൻ പറ്റും. ഇതിപ്പോ ഞാനിപ്പോ കൃത്യമായിട്ട് പറഞ്ഞത്, ഞാനിത് കുറേ പ്രാവശ്യം, എനിക്ക് ഈ ടെക്നിക്ക് അറിയായിരുന്നു, പക്ഷെ ഞാൻ അതല്ലാതെ റിമെമ്പർ ചെയ്യാൻ വേണ്ടി കുറേ പ്രാവശ്യം ഞാനിങ്ങനെ ശ്രമിച്ചു. പക്ഷേ
എനിക്ക് ഓർക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാനിപ്പോ ഒരു കഥ പോലെ പറയാം. അപ്പം ആ കഥ നിങ്ങളൊന്ന് മനസ്സിലൊരു പിക്ചറായിട്ട് കാണാം. അതിനുശേഷം നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന്. അപ്പൊ നമുക്ക് ആദ്യത്തെ എന്തായാലും നമ്മൾ മറക്കൂലല്ലോ, അവക്കാടാണ് നമ്മൾ അതുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ കണ്ട കഥയാണ് യു ഹാവ് ടു മേക്ക് എ ഡിഫറെന്റ് സ്റ്റോറി. ഇത് എന്റെ ഭയങ്കര ചെറിയ സ്റ്റോറിയാണ്. എനിക്ക് എന്റെ എന്താ പറയാ അത്ര വലിയ അടിപൊളി സ്റ്റോറി ഒന്നുമല്ല. നമ്മൾ ഏത് സാധനം ഇങ്ങനെ റിമെമ്പർ ചെയ്താണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ അവക്കാഡോ ഇങ്ങനെ പാഞ്ഞു വരുന്ന ബ്ലൂബെറി എന്ന് പറഞ്ഞ സാധനമായിട്ട് കൂട്ടിയിടിച്ചു. അപ്പൊ ഇങ്ങനെ തെറിച്ച്, അതായത് ഇങ്ങനെ എന്താ പറയാ ഒരു അവക്കാഡോ ഫ്രൂട്ട് വരുന്നു, അതൊരു ബ്ലൂബെറി എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു ഫ്രൂട്ടാണ്. അത് തമ്മിൽ ഇങ്ങനെ കൊളീഷനായിട്ട് ഇങ്ങനെ തെറിച്ച് കഴിഞ്ഞപ്പോ ഒരു ഫിഷ്, സാൽമൺ ഫിഷ് ആണ്. ആ ഫിഷ് ഇത് വന്നങ്ങ് കഴിച്ച് ഫിഷ് വീഴുന്നത് കുറെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിന്റെ മേത്താണ്. അപ്പൊ നോക്കുമ്പോൾ ഫിഷിന്റെ മേത്ത് മുഴുവനും കുറെ ഇലകളൊക്കെ ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് അവിടെ ഈ ഗ്രീൻ ലീവ്സിൽ കിടന്ന് പടയുന്ന സമയത്ത് പെട്ടെന്ന് ഫിഷ് വീണത് ഒരു ഡാർക്ക് ചോക്ലേറ്റ്സ് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് വന്നു. അപ്പൊ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോ നേരെ പോയത് മഞ്ഞൾ കലക്കിയ വെള്ളത്തിലേക്ക് വീണു. അങ്ങനെ അവിടെ കിടന്ന് ശ്വാസം മുട്ടി ഫിഷ് നേരെ ചാടിയപ്പോ ഒരു വാൾനട്ട് ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മരത്തിലേക്കാണ് കയറിയത്. ഓക്കെ, അപ്പം വാൾനട്ട് കയറിയ മരത്തിലേക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് താഴേക്ക് നോക്കിയപ്പോ നിറച്ച് എഗ്സ് ഉള്ളൊരു പാത്രം. ആ പാത്രത്തിലേക്ക് ഫിഷ് വീണു. മനസ്സിലായ? അപ്പോ എഗ്ഗ് പൊട്ടി കഴിഞ്ഞ്, പക്ഷെ എഗ്ഗിന്റെ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് വെള്ളമായിരുന്നു. ആ വെള്ളത്തിന്റെ മുകളിൽ നോക്കി കഴിഞ്ഞപ്പോ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു കിടക്കും. മീൻസ് ഇപ്പൊ ഒരു കഥ. ഇത് അത്ര അടിപൊളി സ്റ്റോറി എന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റോറി പെട്ടെന്ന് വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റോറി ഓർത്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ഓർത്ത് നോക്ക്. ഇതെല്ലാം പറയാൻ പറ്റുന്നു ഈ ഒരു സ്റ്റോറിയാണ്. മനസ്സിലായോ? ഒരു ഫിഷിന്റെ സ്റ്റോറിയാണ്. ആ ഒരു ഫിഷ് സഞ്ചരിക്കുന്ന വഴികളാണ്. ഇനി ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാവോ ഇതെല്ലാം പറയാൻ പറ്റുമോ? വെള്ളത്തിന്റെ മുകളിൽ എന്നായിരുന്നു സാറേ? വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഈ ഒരു സ്റ്റോറി ഓർത്തിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. ഈ കഥ പറയണ്ട, നിങ്ങള് ഐറ്റം പറഞ്ഞാൽ മതി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കപ്പാ. കടവിലാണ് സ്റ്റാർട്ട് ചെയ്യണേ. ആരും ഇല്ലേ? അവക്കാഡോ, ബ്ലൂബെറി, ഫിഷ്, സാൽമൺ ഫിഷ്, സാൽമൺ ഫിഷ് ഗ്രീൻ ലീഫ്ലി വെജിറ്റബിൾസിന്റെ മുകളിലേക്ക് വീഴുന്നു. ഡാർക്ക് ചോക്ലേറ്റ് പാത്രത്തിലുണ്ടായിരുന്നു. എന്താണ് അത്? പിന്നെ മഞ്ഞൾ കലക്കിയ വെള്ളത്തിൽ വീണു. വാൾനട്ട്, എഗ്, വെള്ളം, കോക്കനട്ട് ഓയിൽ. വെരി ഗുഡ്. കണ്ടാ സൂപ്പറായിട്ട് പറഞ്ഞ ചില മാം. അടുത്ത ആളാരൊന്ന് ട്രൈ ചെയ്യണേ. അഖില. അഖിലക്ക് പറഞ്ഞു. അഖില പറഞ്ഞോളൂ. ആരതി അവക്കാഡോ, ബ്ലൂബെറി, സാൽമൺ ഫിഷ്, ഡാർക്ക് ചോക്ലേറ്റ്. ഇല്ല, അതിക്ക് മുമ്പ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് വിട്ടുപോയി. ഗ്രീൻ ലീഫി വെജിറ്റബിൾ, ഡാർക്ക് ചോക്ലേറ്റ്. അയ്യോ, അതെന്നെ എവിടേക്ക് വീണേ? ആ ഫിഷ് അവിടുന്ന് തെറിച്ച് വേറൊരു വെള്ളത്തിലേക്കാണല്ലോ വീണത്. ടർമറിക്, എഗ്. ഇല്ല, അതിക്ക് മുമ്പ് ഒരു മരത്തേക്ക് കയറിയില്ലേ? വാൽനട്ട്, എഗ്, കോക്കനട്ട്, വാട്ടർ. ഓക്കെ, വെരി ഗുഡ്. ആ കഥ ഓർത്താ മതി. വേറെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? ആശാമിനെ പറഞ്ഞു. അവക്കാഡോ, ബ്ലൂബെറി, സാൽമൺ ഫിഷ്, ഇലക്കറികള്, ഡാർക്ക് ചോക്ലേറ്റ്, മഞ്ഞൾപ്പൊടി, എഗ്, വാൾനട്ട്, എഗ്, വെളിച്ചെണ്ണ, വെള്ളം. ഓ, വെരി ഗുഡ്. താങ്ക് യു. ഒരു 6:27 അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒരു 10 ആയിട്ടോ 12 ആയിട്ടോ ഒക്കെ റിമൈൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഏതൊക്കെയല്ല റിമൈൻഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്റെ സ്റ്റോറി അത്രയല്ല, വിയേർഡ് ആയിട്ടുള്ള സ്റ്റോറി ഉണ്ടാക്കണം കേട്ടോ. ഇത്രയും മനോഹരമായ സ്റ്റോറി ഉണ്ടാക്കരുത്. അതായത് നമ്മൾ കുറച്ചും കൂടി ഭയങ്കര ബോറ് സീൻസ് ഒക്കെ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സാൽമൺ ഫിഷ് ഇങ്ങനെ പറന്ന് വന്ന് ലീഫ് വെജിറ്റബിൾസിന്റെ ഉള്ളിൽ കൂടെ കയറി കഴിഞ്ഞ് താഴെ നോക്കി കഴിഞ്ഞപ്പോ ഡാർക്ക് ചോക്ലേറ്റ്സിലേക്ക് ചാടിയെന്നോ അവിടുന്ന് കുറെ മഞ്ഞൾ കൂമ്പാരത്തിലേക്ക് വീണതോ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഈ ഓരോ ഐറ്റം വെച്ച് സ്റ്റോറി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഓർഡറിൽ പറയാൻ പറ്റും. ഇനി തിരിച്ചും പറയാൻ പറ്റും. ഇഫ് ഐ ട്രൈ ലൈക്ക് എനിക്കിപ്പോ തിരിച്ച് ഇതിന്റെ ഓർഡർ തിരിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമ്പോൾ ഓക്കെ, കോക്കനട്ട് ഓയിൽ, വാട്ടർ, എഗ്, വാൾനട്ട്, ടർമറിക്,
അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സാൽമൺ ഫിഷ്, ബ്ലൂബെറി, ആൽക്കാരോ. അപ്പൊ ഇത് ഈ ഒരു പിക്ചർ വൈസ് നമ്മൾ റിമൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അപ്പൊ ഞാൻ അതുകൊണ്ട് പറഞ്ഞ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്ലൈ നോളജ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതുകൊണ്ട് ഈ ബ്രെയിൻ ഫുഡ്സ് നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താം. ഞാൻ ഇന്ന് 2 പോയിന്റ് പറയുള്ളൂ. ബാക്കി ഇതിന്റെ അടുത്ത ദിവസം ഞാൻ ക്ലാസ് എടുക്കാം. ഒന്ന്, നമ്മുടെ മിസ്റ്റേക്സും എന്താ പറയാ മിസ്റ്റേക്സും ഒരിക്കലും ഫെയിലിയേഴ്സ് അല്ല, നോളജ് പവർ അല്ല, മറിച്ച് നോളജ് അപ്ലൈ നോളജ് ഈസ് മോർ പവർ എന്നുള്ള കാര്യങ്ങൾ പഠിക്കുക. അപ്പം താങ്ക് യു സോ മച്ച്. 6:28 റിയലി സോറി. ഞാൻ ഈ ഒരു സാധനം പെട്ടെന്ന് ഓർത്തപ്പോ ഇതിന്റെ ഒരു മെത്തേഡും കൂടി നിങ്ങളെ പഠിപ്പിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഓർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരു സ്റ്റോറി ബേസ്ഡ് ആയിട്ട് നിങ്ങൾ പിക്ചറൈസ് ചെയ്ത് മനസ്സിൽ കണ്ടുനോക്ക്. യു കൻ ഈസിലി ടെൽ. താങ്ക് യു. ഓവർ ടു യു ആരതി. താങ്ക് യു സാർ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് ഈ സാർ ഫെയിൽ അഗെയിൻ എന്നുള്ള വാക്ക് പറഞ്ഞപ്പോ എനിക്ക് പീറ്റർ ഡിംഗ്ലാഗെ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കുമ്പോൾ പോപ്പുലർ ആയ ഒരാളാണ്. അപ്പൊ അയാൾ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ട്രൈ അഗൈൻ, ഫെയിൽ ബെറ്റർ ആൻഡ് ദ യെസ്, വേൾഡ് യുവേഴ്സ് ആൻഡ് യു വിൽ സക്സീഡ് വൺ ഡേ. അപ്പൊ യാ, അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ബാക്കി ഫീഡ്ബാക്സ് അറിയിക്കാനായിട്ട് എല്ലാരെയും ക്ഷണിക്കുന്നു. ആർക്കും ഇല്ലേ ഫീഡ്ബാക്ക് പറയാനുള്ള? പറഞ്ഞോളൂ, മുസ്തഫ പറഞ്ഞോളൂ. താങ്ക് യു സർ. ഹായ്, ദിവ്യ പറ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആക്ടിവിറ്റീസിന്റെ ഒപ്പം തന്നെ ഇതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്റ്റോറി വെച്ചിട്ട് പറയുമ്പോ ഓർക്കുന്നത്. ഞാൻ പേര് മറന്നുപോയി ആക്ച്വലി. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അത് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആക്ടിവിറ്റീസിന്റെ ഒപ്പം നിന്ന് ക്ലാസ് എടുത്തത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകൾ പിന്നെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ച് നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ലിമിറ്റിംഗ് ബിലീഫും ഗ്രോത്ത് മൈൻഡ് സെറ്റുമായിട്ട് പറഞ്ഞ കാര്യം വീണ്ടും ഒന്ന് സർ താങ്ക് യു ദിവ്യ, താങ്ക് യു സോ മച്ച്. മുസ്തഫ സാർ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സാർ. ആ പറഞ്ഞോളൂ മാഡം. മുസ്തഫ സാർ പറഞ്ഞിട്ട് ഉണ്ണീഷ് സാർ പറയാം. മുസ്തഫ സാർ പറഞ്ഞു. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. മറ്റേ അതിന്റെ നല്ലൊരു ഉദാഹരണമൊക്കെ സാർ പറഞ്ഞിരുന്നു. മറ്റേ മൈൻഡ് സെറ്റിനെ, കാരണം നമ്മൾ ആവശ്യമില്ലാത്ത നുണകളൊക്കെ ഉണ്ടാക്കി നമുക്ക് മറ്റേ തോൽവിയെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മോശം ജനങ്ങളിൽ മറ്റുള്ളവർക്ക് എന്ത് പറയുന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് വീണ്ടും പോകാൻ മടി വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അതൊക്കെ നല്ല പോയിന്റാണ് സാർ പറഞ്ഞത്. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു മുസ്തഫ. മാജിക് മോർണിംഗ് സാർ. മാജിക് മോർണിംഗ് മാഡം പറഞ്ഞു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറ്. പറഞ്ഞപ്പോ ലാസ്റ്റ് ആ സ്റ്റോറിയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് PSCക്ക് ഞാൻ ഇതുപോലെ നോട്ട് ചെയ്തിട്ട് പഠിച്ചിരുന്നു. നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന പേരുകളുടെ ഫസ്റ്റ് ലെറ്റർ ഒക്കെ വെച്ചിട്ട് അങ്ങനെ നോക്കിയിട്ട് പഠിച്ചിരുന്ന ഒരു പെട്ടെന്ന് മെമ്മറി അങ്ങനെ വന്നു. പിന്നെ സാറ് പറഞ്ഞ പോലെ നമ്മൾ അറിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫെയിലായി നമ്മൾ തിരിച്ചു പോരുന്നതിലും നല്ലത് പറഞ്ഞ പോലെ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ നോക്കുക. ഇപ്പോൾ എനിക്ക് ശരിക്കും അനുഭവപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുപ്പം മുതലേ ടീച്ചർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ്. അത്രയും ചെറുപ്പം മുതലേ അതായിരുന്നു എനിക്കിഷ്ടം. പിന്നെ ഞാനൊരു 12 വർഷം ടീച്ചറായിട്ട് തന്നെ ജോലി ചെയ്തു. അതിനുശേഷം പിന്നെ കുറച്ച് അങ്ങനെ വിട്ടുനിന്നു. ഇപ്പൊ ഞാൻ യാതൊരുവിധ ബന്ധമില്ലാത്ത ഒരു മെഡിക്കൽ ഫീൽഡ്, അതായത് ഡെന്റൽ അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാനിപ്പോ പോകുന്നത്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് എനിക്ക് ആ 1 മാസം ഭയങ്കര ടഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞിട്ട് പോരണം തോന്നി. ഒരു ഇൻസ്ട്രുമെന്റ്സിന്റെ പേരറിയുന്നില്ല, അത് മിക്സ് ചെയ്യാൻ പറ്റുന്ന GIC ഒന്നും മൈൻഡിൽ നിൽക്കാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ അപ്പോഴും അവിടെ ഡോക്ടർ ഇങ്ങനെ പറയും കുറച്ച് കഴിഞ്ഞ് ശരിയാവും എന്നിങ്ങനെ പറയും. പക്ഷെ ചിലപ്പോൾ ചീത്ത കേൾക്കും. പക്ഷെ അപ്പോഴൊക്കെ ശരിക്കും സങ്കടം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു 2 മാസത്തോളമായി. ഇപ്പൊ ശരിക്കും സാർ അവിടെ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവിടെ എത്തിക്കേണ്ടത് എന്നുള്ളത് ആ ഒരു ടേബിളിലേക്ക് എത്തിക്കേണ്ട കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞപ്പോ ഞാൻ അത് വേഗം എന്റെ ഒരു ജീവിതവുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി. ഓക്കെ, താങ്ക് യു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് a lot. 32 ഇനി ആരെങ്കിലും പറയാനുണ്ടോ? മാജിക് മോർണിംഗ് സാർ. മാജിക് മോർണിംഗ്. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു സാറ്. ഈ കഥ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഈ മിസ്റ്റേക്സ് ആർ ഫെയിലിയേഴ്സ് എന്നുള്ളതും നോളജിന്റെ കാര്യവും ആ ലൈസ്
എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അത് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള നല്ല നല്ല എക്സാമ്പിളാണ്. വളരെ നല്ല എക്സാമ്പിളാണ്. കുട്ടികൾ നടക്കാൻ പഠിക്കുമ്പോൾ ഒക്കെ വീണ്ടും വീഴുന്നതും അത് പിന്നീട് തുടർച്ചയായിട്ട് നടന്നു ഓടാനൊക്കെ പറ്റുന്നതൊക്കെ നമ്മൾക്ക് ആ ഒരു ആത്മവിശ്വാസം നേടുന്ന തരത്തിലുള്ള വളരെ നല്ല നല്ല എക്സാമ്പിൾ ഉണ്ടായത്. കൊപ്പിയുടെന്റെ കാര്യമായാലും ശരി, അതുപോലെ തന്നെ നല്ല കോഡ്സും ഉണ്ടായിരുന്നു അന്ന്. അപ്പം നമ്മൾ തോൽക്കാൻ നമ്മൾ അതൊരു തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം വരും. അപ്പം ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഈ നോളജിന്റെ കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുക. അപ്പൊ അതിനുള്ള എക്സാമ്പിളും ഇന്നത്തെ നല്ല നല്ല ഉദാഹരണങ്ങളാണ് ഇന്ന് കിട്ടിയത്. താങ്ക് യു വെരി മച്ച് സാർ. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക്സ് ലോട്ട്. ഓക്കെ എന്നാ. ഹലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്തിയാലോ? ലൈക്ക് 6:34 നമ്മൾ ഇത്രയും വൈകാറില്ല. ജെസ്സി എന്തെങ്കിലും പറയുന്നുണ്ടോ? ജെസ്സി മ്യൂട്ടാണ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? ആ പോയി. ഓക്കെ, എന്നാ വേണ്ട. ലൈക്ക് എന്നാ നമുക്ക് നിർത്തിയാലോ? ഓക്കെ സാറിനെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത്രയും മനോഹരമായ ക്ലാസ് എടുത്തതിന് സാറിന് നന്ദി. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഓസ്റ്റിൻ സാർ. Thank you, താങ്ക് യു. Thank you all. Thank you, Thank sir. you. മുസ്തഫ സാറേ താങ്ക് യു. പറയാനുണ്ടോ മുസ്തഫ സാറേ? ഇല്ല. താങ്ക് യു. ഒന്നുമില്ല. താങ്ക് യു.